ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്കാണ് ആദ്യം. നിതിൻ രാജ് എന്ന ഡെന്റൽ വിദ്യാർത്ഥിയുടെ മരണത്തിന് ശേഷം കേട്ട തുറന്നു പറച്ചിലുകൾ കേരളത്തെ ആകെ ഞെട്ടിപ്പിക്കുന്നതും നാണം കെടുത്തുന്നതുമാണ്. ഡോക്ടർ കെ.എം. റാം എന്നയാൾ എങ്ങനെയാണ് ഇത്രകാലം അവിടെ അധ്യാപകനായി തുടർന്നത്? വിദ്യാർത്ഥികൾ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ അധ്യാപകൻ എന്ന വിശേഷണത്തിന് പോലും അയാൾ അർഹനല്ല. എങ്ങനെയാണ് ഇത്ര ക്രൂരമായി, ഇത്ര വിവേചനപരമായി ഒരു അധ്യാപകന് പെരുമാറാൻ കഴിയുക? തൻ്റെ മുന്നിലെത്തുന്ന കുട്ടികളെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് ഒരുപോലെ കൈപിടിച്ചുയർത്തുന്നവനാണ് അധ്യാപകൻ. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇന്നത്തെ പ്രൈം സ്റ്റോറി അഞ്ചരക്കണ്ടി കേരളത്തിൽ തന്നെയല്ലേ? നിതിൻ രാജ് എന്ന കുട്ടിയുടെ മരണം വേണ്ടി വന്നു അഞ്ചരക്കണ്ടിയിലെ ക്രൂരതകൾ പുറം ലോകമറിയാൻ. പഠനത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഭയന്നാണ് വിദ്യാർത്ഥികൾ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പക്ഷേ ഇന്ന് പലരുടെയും നിയന്ത്രണം വിട്ടുപോയി. അവർ അനുഭവിച്ചതും കണ്ടതുമെല്ലാം പലരായി തുറന്നു പറഞ്ഞു. കളറ് പറഞ്ഞിട്ടുണ്ട്, നീ ഡാർക്കാണ്, ലീനാണ്, വൈറ്റ് കോക്രോച്ച്, വെയർ ലൈക്ക് എ വൈറ്റ് കോക്രോച്ച്, അങ്ങനെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ രക്ഷിതാക്കളുടെ നമ്മളുടെ ഇൻകം വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിൻ്റെ അച്ഛൻ എന്താണ് ജോലി, എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത്, ആ രീതിയിൽ കമ്പയർ ചെയ്യുക, അങ്ങനെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അന്ന സമയത്ത് ഒരു മണിക്കൂറിൽ കൂടുതൽ ഒരു കുട്ടീനെയും പേരൻറ്റിനെയും വിളിച്ചിട്ട് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ ഭയങ്കര പേഴ്സണൽ കാര്യങ്ങൾ പറയുക, അതേപോലെ തന്നെ ആൻസർ ഷീറ്റ് വലിച്ചെറിയുക, യു ആർ ലുക്കിംഗ് ലൈക്ക് എ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുന്ന പോലെയുള്ള ഭയങ്കര മോശമായ കാര്യങ്ങൾ സംസാരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ട് പേരൻസ് തന്നെ ഭയങ്കര വിറങ്ങലിച്ച് ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിൽ വന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു ഹെഡിങ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പണ്ട് അങ്ങനായിരുന്നു, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, ഞാൻ പണ്ട് അങ്ങനെ ചെയ്തു, കോളേജ് പഠിക്കുമ്പോഴത്തേക്കിനും ഞാൻ റാഗ് ചെയ്തിട്ടുണ്ട്, എനിക്ക് സസ്പെൻഷൻ കിട്ടുന്നത് 2 വർഷം ബാക്കാണ്, എൻ്റെ ഫാമിലി ഇങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കള്ളു കുടിക്കേണ്ടത്, ഉപ്പുമുളക് ഇട്ടിട്ട് അങ്ങനത്തെ രീതിയിൽ കള്ളു കുടിക്കണം, നീ കള്ളു കുടിക്കുമോ, ഗേൾസിനോട് ചോദിക്കും നീ കള്ളു കുടിക്കുമോ, അപ്പോൾ പറയും ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ നീ കള്ളു കുടിക്കണം, കള്ളു കുടിച്ചില്ലെങ്കിൽ യു ആർ നോട്ട് മൈ ഡോട്ടർ, അങ്ങനെ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇയാളുടെ ക്രൂരതകൾ. കുട്ടികളെ അപഹസിക്കുക, ചീത്ത വിളിക്കുക, മദ്യപിക്കാൻ പ്രേരിപ്പിക്കുക, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെയും പെൺകുട്ടികളെ കൊണ്ട് ആൺകുട്ടികളെയും തല്ലിപ്പിക്കുക, നിരന്തരം ബോഡി ഷേമിംഗ് നടത്തുക, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ ജോലിയും വരുമാനവും വരെ പറഞ്ഞ് പരിഹസിക്കുക. ഒരു സൈക്കോ സിനിമയിലെ കഥാപാത്രമൊന്നും അല്ല ഇത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെ ഒരു കോളേജിലെ ഒരു അധ്യാപകനാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. എങ്ങനെയാകരുത് ഒരു അധ്യാപകൻ എന്നതല്ല, ഒരു മനുഷ്യൻ എങ്ങനെയാകരുത് എന്നുകൂടിയാണ് ഇയാളുടെ ചെയ്തികൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എന്നെ ഇങ്ങനെ ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തിയിട്ട് എന്നെ ഫ്രണ്ടിൽ വരാൻ പറയും. നമ്മൾ ഫ്രണ്ട് റോയിൽ ആമ്പിളർ ഇരിക്കുക, എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് ഇവനെ കണ്ടിട്ടൊരു ബെഗറിൻ്റെ ലുക്കില്ലേ, ഇവനെ കണ്ടിട്ടൊരു കോളനി ബെഗറിൻ്റെ ലുക്കില്ലേ, എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറയും ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവർ ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയി ഇരുത്തും. തേർഡ് ഇയർ എത്തിയപ്പോൾ കുഞ്ഞും ഇവനെ എനിക്കറിയാം, ഇവൻ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ട് എന്നെ കയറിയ 5 മിനിറ്റ് കയറിയ ഇയാൾ എന്നെ എണീപ്പിച്ചിട്ട് നീ പോയിക്കോ, നീ ഗെറ്റ് ഔട്ട് ആയിക്കോന്നു. വൈവ കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് വൈവ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇയാൾ പറയും നീ വൈവ കൊടുക്കണ്ട, എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസ് ഒന്നും അത്ര ശരിയല്ല, നീ വൈവ കൊടുക്കണ്ട, നീ പ്രാവശ്യം എഴുതണ്ട, നീ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുന്നില്ല എന്ന് നീ പറയണം തേർഡ് ഇയർ എക്സാം, ഇല്ലെങ്കിൽ നീ അഥവാ എഴുതുവാണെങ്കിൽ ഞാൻ നിന്നെ പ്രാക്ടിക്കൽ പൊട്ടിക്കും. നീ പ്രാക്ടിക്കൽ ഇപ്പം മാത്രമല്ല പിന്നെ അങ്ങോട്ടും പൊട്ടിക്കും. പകരം നീ ഇപ്രാവശ്യം എഴുതാണ്ട് നിന്നിട്ട് അടുത്ത പ്രാവശ്യം നീ വന്നിട്ട് എഴുതുകയാണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുക, പാസ് ചെയ്യാം. ഇത് എന്ത് രസമാണെന്ന് എനിക്കറിയില്ല, ഇയാൾക്ക് എന്ത് സന്തോഷം ഇത് ചെയ്തിട്ട് കിട്ടും, എന്തൊക്കെ ഗെയിം ആയതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഫോൺ വിളിച്ചു നീ പണ്ടൊരു ഹോളിവുഡ് സിനിമ കണ്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോക്കലിപ്റ്റോ എന്ന് പറയുന്ന സിനിമ എടുത്തിട്ട് അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിനെ കാണിച്ചിട്ട് പറഞ്ഞ് നിന്നെ കാണാൻ ഈ ആദിവാസി ചെക്കനെ പോലെയുണ്ട്, നിന്നെ കാണാൻ ഈ ആദിവാസി ക്യാരക്ടറിനെ പോലെയുണ്ട്, നീ ട്രൈബൽ ലുക്ക് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്കന്ന് തീരെ പറ്റിയില്ല. പിന്നെ അവസാനം ഞാൻ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ്റ്റേണൽ വൈവ നിൻ്റെ റീവൈവ നടത്തുമെന്ന് പറഞ്ഞു. അതായത് നീ ഇപ്പം മിണ്ടിയാലിപ്പോൾ റീവൈവ നടത്തും, ഇല്ലെങ്കിൽ 10 ചോദ്യം അധികം ചോദിപ്പിക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ചിരിച്ചേ പറ്റൂ, അവർ ചിരിച്ചിട്ടില്ലെങ്കിൽ അവരടുത്ത ടാർഗറ്റായി മാറും. ഞാൻ ഒരു കുട്ടീനെ കൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് എന്നെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് അവൾക്ക് പറ്റുന്നുണ്ടായില്ല, അവളോട് ചെരുപ്പ് ഊരി കൈ പിടിച്ചു, അവളുടെ ഊങ്ങിയതാ, and അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ ചെരുപ്പ് തായിട്ടു. അങ്ങനെയൊക്കെ പല ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് പറയാനുണ്ടാവും. ഈ പറഞ്ഞതെല്ലാം കേരളത്തിലെ ഒരു കോളേജിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് അത്ഭുതം കൂർന്നവരും ഉണ്ടാകാം. സംഭവിക്കും. കോഴ്സ് നീണ്ടുപോകുമോ എന്ന ഭയം, തോൽപ്പിക്കാനുള്ള സാധ്യത, ഇന്റേണൽ മാർക്ക്, ഹാജർ ഇതൊക്കെ നിഷേധിക്കുമോ എന്ന പേടി,
അതുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ പലരും ഇതൊക്കെ സഹിച്ചു. ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള മനോധൈര്യം അവർക്കുണ്ടായില്ല. ഇത്രയും നീചനായ ഒരു സഹപ്രവർത്തകനെ എതിർക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കാനോ മറ്റധ്യാപകർക്കും കഴിഞ്ഞില്ല എന്നത് ഖേദകരമാണ്. വൈകിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇതിലുണ്ടായത്. അധ്യാപകൻ റാമിനെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഇന്ന് പറഞ്ഞത്. ലഭിച്ചത് ലോൺ ആപ്പുകാരുടെ ഭീഷണിയെക്കുറിച്ചുള്ള അധ്യാപികയുടെ പരാതിയാണ്. വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട് എന്നാണ് പ്രിൻസിപ്പൽ പ്രതികരിച്ചത്. ഇതിന്റെ അന്ന് ആ ഒരു പരാതി വന്നതെന്ന് പറഞ്ഞാൽ മാഡം തന്ന പരാതിയുടെ പേരിലാണ്. മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്. അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം. അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിന്റെ ലോൺ എന്തോ എടുത്തു. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് അടയ്ക്കണം. ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് വന്നു. മാഡം പരാതി തന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നിതിൻ ആദ്യം ഞാൻ മാഡത്തിന്റെ പേര് കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിന്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിന്റെ പേരും ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി, നാച്ചുറലി. നിതിൻ അങ്ങനെയല്ല, നിതിൻ അത് ചെയ്ത് അത് ആദ്യ അവസാനം എനിക്ക് തോന്നുന്നു നിതിനും തോന്നി. ഡെഫിനറ്റ്ലി അത് മാഡം ഇത്രയും പ്രൂഫ് കാണിക്കുന്നു. നിതിന്റെ ഫോട്ടോയും സാധനവും എല്ലാം മൊബൈലിലുണ്ട്. മാഡത്തിന്റെ മൊബൈലില്ല. ഓക്കെ. പിന്നെ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മാഡത്തിന് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്തോ മെസ്സേജ് ഫുൾ OTP അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേംബറിൽ വെച്ചും സംസാരിച്ചു. അപ്പൊ അവര് മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രട്ടനിങ് ആണ്. ഇപ്പൊ അടയ്ക്കണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇല്ല. ഞങ്ങൾ ചേംബറിൽ ഉണ്ടായിരുന്നത് ഈ മാഡം, പിന്നെ മറ്റൊരു മാഡം ഉണ്ടായിരുന്നു അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണവും ഇന്നുണ്ടായി. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ ഇല്ലാതെ പോകുന്നത് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥി സംഘടന ഏത് സംഘടന ഞാൻ പറയുന്നില്ല, എല്ലാ സംഘടനയും ഏത് വിദ്യാർത്ഥി സംഘടന ആയിരുന്നാലും വിദ്യാർത്ഥി സംഘടനകൾ ഫലപ്രദമായി പ്രൊഫഷണൽ കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും സ്കൂൾ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ സംഘടനാപരമായി മാന്യമായി പ്രവർത്തിക്കുന്ന സ്ഥലത്തൊന്നും റാഗിങ് ഉണ്ടാവുന്നില്ല. ഉണ്ടായാൽ ആ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ചെറുക്കാൻ വേണ്ടി വരികയാണ്. വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും അവരെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ആർക്കും എന്തും ആവാം, മാനേജ്മെന്റിന് എന്തും ആവാം എന്നുള്ള സ്ഥിതിയിൽ കാര്യങ്ങൾ. നിതിൻ രാജിന്റെ മരണത്തിനുള്ള പ്രത്യക്ഷ കാരണം പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന ചോദ്യം ചെയ്യലെന്നാണ് പോലീസിന്റെ നിഗമനം. അത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇതുപോലൊരു അധ്യാപകൻ അവിടെ ഇത്രയും കാലം എല്ലാ അധികാരത്തോടെയും എങ്ങനെ വിലസി എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. CK വിജയൻ പറയും. ദിവിഷ്, കഴിഞ്ഞ ദിവസം ഷാലോം എന്നും നയന എന്നും പേരുള്ള 2 മുതിർന്ന വിദ്യാർത്ഥികൾ MK റാം എന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ആഷിഖ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത്. എത്ര തന്നെ പറഞ്ഞാലും നമ്മൾക്ക് വിശ്വാസം പോലും വരാത്ത രീതിയിലുള്ള പീഡനമാണ് അവിടെ നടക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ എല്ലാം തന്നെ ചുരുക്കം. ഒരിക്കലും ഒരു കാരണവശാലും ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇത്രയും മുതിർന്ന പ്രൊഫഷണൽ, ഇത്രയും മുതിർന്ന അധ്യാപകൻ, ഇത്രയും മുതിർന്ന ഗൗരവമായ സ്ഥാനം വഹിക്കുന്ന MK റാം അവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നിറത്തിൻ്റെയും അതോടൊപ്പം തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും അടക്കം പേരിൽ ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നാണ്. ഇന്ന് ആഷിഖ് പറഞ്ഞ കാര്യം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോകും. ഇതിനെല്ലാം പുറമെ കുട്ടികൾ പുറത്തു പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾക്ക് അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് ചില സമയങ്ങളിൽ ഇദ്ദേഹം മദ്യപാനത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. മദ്യപിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കുട്ടികളോട് ചോദിക്കുന്നു. ഏതാണ്ട് ഒരു ക്ലാസിൻ്റെ 3/4 സമയവും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഡോക്ടർ കൂടിയായ MK റാം ക്ലാസ് മുറികളിൽ അവതരിപ്പിക്കുന്നത്. താൻ റാഗിങ്ങിന് വിധേയമായിട്ടുണ്ട്, താൻ മറ്റു കുട്ടികളെ റാഗ് ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഒരു അധ്യാപകനാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്നതിൽ ഈ കുട്ടികളെല്ലാം തന്നെ ഇപ്പോഴും ആശ്ചര്യപ്പെടുകയാണ്. ഒരു പരിധിവരെ പല കുട്ടികളും കരുതിയത് ഇതൊക്കെ സാധാരണ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉണ്ടാകുന്നതാണ് എന്ന് കരുതി സഹിക്കുകയായിരുന്നു. അപ്പോഴാണ് നിതിൻ രാജിൻ്റെ മരണമുണ്ടാകുന്നത്. അതോടുകൂടി കുട്ടികൾ തങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു. മാത്രമല്ല ഈ അധ്യാപകനെ പുറത്താക്കണമെന്നും പുറത്താക്കിയില്ലെങ്കിൽ അനിശ്ചിതകാലമായ സമരം തുടങ്ങുമെന്നും അതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ തേടും, രാഷ്ട്രീയ സമൂഹത്തിൻ്റെ പിന്തുണ തേടും എന്നതുൾപ്പെടെ അവർ പറയുന്നു.
ഉണ്ടായിരുന്നു. എന്നാൽ വൈകിയും അവർ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ചർച്ച നടത്താൻ ശ്രമിച്ചെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു മാനേജ്മെന്റ് പ്രതിനിധിയെയും ആ ചർച്ചയ്ക്ക് ലഭിച്ചില്ല. മാത്രമല്ല, അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പീഡനം നടത്തുന്ന ഒരു അധ്യാപകനെ പുറത്താക്കിയില്ല എങ്കിൽ സമരം തന്നെയാകാനാണ് സാധ്യത. ഡോക്ടർ റാമിനെ പോലുള്ള അധ്യാപകർ ഇനിയും ഒരുപക്ഷെ നമ്മുടെ കോളേജുകളിൽ ഉണ്ടാകാം. അധ്യാപകരായി മാത്രമല്ല, അവരെ അപഹസിച്ചും ഇകഴ്ത്തിയും വേദനിപ്പിച്ചും ഒക്കെ രസം കണ്ടെത്തുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. അത് പല മേഖലയിലും നമുക്കവരെ കാണാൻ കഴിയും. ഇത്തരം പ്രവൃത്തികളോട് കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം. മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ നിറമോ ഉയരമോ സൗന്ദര്യമോ പണമോ സ്വാധീനമോ അല്ല ഒരു അധ്യാപകൻ കാണേണ്ടത്. അവൻ്റെ കണ്ണിലെ അറിവിനായുള്ള ഉത്കടമായ ആഗ്രഹം മാത്രമാണ്. ആ അറിവിനായുള്ള ആ യാത്രയ്ക്കാണ് ഓരോ അധ്യാപകനും വെളിച്ചം പകരേണ്ടത്. മറിച്ചുള്ളവർ മഹത്തായ ആ ജോലിക്ക് അർഹരല്ല. ഇതിനെ പോലെ വിവേചനം സഹിക്കേണ്ടി വന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കാൻ വഴിയൊരുക്കട്ടെ.